കാര്യവട്ടം പാലം കുലുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പുതിയ നിർമ്മാണ രീതിയുടെ ഫ്ലെക്സിബിലിറ്റി ആണെന്ന് പറഞ്ഞ എഞ്ചിനീയർമാരുള്ള നാടാണിത്. ഇപ്പോൾ കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിനും അതുപോലൊരു കാരണമാണ് പറയുന്നത്. താഴെ പാടമായതുകൊണ്ടാണ് ഇടിഞ്ഞത് എന്നാണ് വിശദീകരണം. പാടത്തിൽ ചെളിയാണെന്നും മഴപ്പെയ്ത്താണ് പറ്റിച്ചത് എന്നുമൊക്കെ 4 പേർ കേൾക്കെ പറയാൻ പറ്റുന്നൊരു ന്യായമാണോ? പാടത്തിന് മുകളിൽ വഴി പണിയാൻ പാറയ്ക്ക് മുകളിൽ വഴി പണിയുന്ന ടെക്നോളജി പോരാ എന്ന് ആർക്കാണറിയാത്തത്? വഴി പണിയുമ്പോൾ അനുയോജ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ അഴിമതിയല്ലേ? നിർമ്മാണത്തിലെ അഴിമതി കൂരിയാട്ട് വലിയ കിടങ്ങായി വെളിപ്പെട്ടു വന്നു എന്ന് മാത്രമേയുള്ളൂ. ദേശീയപാതയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നല്ലൊരു പങ്കിനും നിർമ്മാണത്തിലെ അപാകത കാരണമാകുന്നുണ്ടെന്നാണ് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തന്നെ രാജ്യസഭയെ അറിയിച്ചത്. ഗുണം കുറഞ്ഞ നിർമ്മാണ വസ്തുക്കളും കുഴികളും അശാസ്ത്രീയമായ വളവുകളും ഇറക്കങ്ങളും ഒക്കെയാണ് ഇത്തരം അപകടങ്ങളുടെ ആത്യന്തിക കാരണം. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ് അഴിമതി പാകിയ ദേശീയപാതകൾ. കേരളത്തിലെ ദേശീയപാതകളിൽ 2023 പൊലിഞ്ഞത് എത്ര ജീവനുകളാണെന്നറിയാമോ? 983 പേർ. 9892 അപകടങ്ങളാണ് ദേശീയപാതകളിൽ മാത്രമുണ്ടായത്. അതീവ ഗുരുതരമായി പരിക്കേറ്റത് 7645 പേർക്ക്. ദേശീയപാതയിൽ മാത്രം ഓരോ ദിവസവും 3 പേർ വീതം ശരാശരി മരിക്കുകയാണ്. ഈ അപകടങ്ങളുടെ കാരണം അത് ഡ്രൈവർമാരുടെ അശ്രദ്ധയും അമിത വേഗവും മാത്രമല്ല, റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത കൂടിയുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 6-ന് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ ഒരു സത്യമുണ്ട്. സബ്സ്റ്റാൻഡേർഡ് DPRകളാണ് റോഡ് അപകടങ്ങൾക്കുള്ള കാരണമെന്ന്. അതായത് മന്ത്രി തന്നെ പറയുകയാണ്, ഈ നിലവാരം കുറയുന്നത് നിർമ്മാണ വസ്തുക്കൾക്ക് മാത്രമല്ല, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന DPRകൾക്കുമാണെന്ന്. ഓരോ സ്ഥലത്തും എങ്ങനെ വഴി നിർമ്മിക്കണം എന്ന ശാസ്ത്രീയമായ പഠനം നടക്കാത്തതാണ് പ്രധാന കാരണം. DPRകളാണ് അഴിമതിയുടെ ആദ്യത്തെ പടി. മലപ്പുറം കൂരിയാട് ഉള്ളതുപോലെ പാടത്തിന് മുകളിൽ വഴി പണിയുമ്പോൾ എങ്ങനെ വേണമെന്ന് DPRൽ പറയേണ്ടതല്ലേ? തൂണുകളിൽ നിർമ്മിക്കുന്ന പാത വേണമെന്ന നിർദ്ദേശം വന്നിട്ടും കൂരിയാട് അത് അട്ടിമറിച്ചത് ആരാണ്? അവിടെ തുടങ്ങണം അന്വേഷണം. അതിൽ നിന്ന് വേണം പ്രതികളെ കണ്ടെത്താൻ. 6,48,000 കോടി രൂപയുടെ ദേശീയപാത നിർമ്മാണമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സും ഉൽപാദന ദാതാവും എല്ലാം ഈ നിർമ്മാണമാണ്. ദേശീയപാത നിർമ്മാണത്തിന് ചെലവഴിക്കുന്ന തുകയാണ് നമ്മുടെ വിപണിയിൽ കിടന്ന് കളിക്കുന്നതിന്റെ നല്ലൊരു പങ്കും. 10 വർഷം മുൻപ് 2014 ദിവസം 12 കിലോമീറ്റർ വീതമാണ് ദേശീയപാത പൂർത്തിയാക്കിയിരുന്നത് എങ്കിൽ ഇപ്പോൾ 33.8 കിലോമീറ്റർ വീതമെന്നാണ് സർക്കാർ വളരെ അഭിമാനത്തോടെ പറയുന്നത്. ഇങ്ങനെ പാത പൂർത്തിയാക്കുന്നത് സർക്കാർ സംവിധാനം ഉപയോഗിച്ചല്ല, നിർമ്മാണ കരാറുകാരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. ഇതിന് മേൽനോട്ടം വഹിക്കേണ്ട സർക്കാരിന് അന്നും ഇന്നും ഏറെക്കുറെ ഒരേ സംവിധാനമേ ഉള്ളൂ. ഒരു DPR കിട്ടിയാൽ അത് ആ പ്രദേശത്തിന് അനുയോജ്യമാണോ എന്ന് ഒന്ന് പരിശോധിക്കാൻ പോലും സംവിധാനമില്ല. DPR തയ്യാറാക്കുന്നവർക്ക് പോലും ഒന്ന് ശ്വാസം വിട്ട് പുനരാലോചിക്കാൻ സമയവുമില്ല. അപ്പുറത്തെ വഴിക്ക് വേണ്ടി തയ്യാറാക്കുന്ന DPR കോപ്പി പേസ്റ്റ് ചെയ്ത് ഇപ്പുറത്തും നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന തരം അപകടങ്ങൾ നിത്യേന സംഭവിക്കുന്നത്. ഉദ്ഘാടനത്തിന് മുൻപ് ഇന്ത്യയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ പാലങ്ങളും റോഡുകളും തകരുന്നുണ്ടോ? അനാസ്ഥയാണ് അഴിമതിയുടെ ഏറ്റവും പ്രകടമായ രൂപം. ബീഹാറിൽ 2 ആഴ്ചക്കിടെ 12 പാലം തകർന്നത് കഴിഞ്ഞ വർഷമാണ്. ഈ സംഭവത്തിൽ 15 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ കൈകഴുകി. കണ്ണടച്ചു കൊടുക്കുന്നവരിൽ പലരും കൈ നിറയെ വാങ്ങുന്നവരാണ്. പുറത്തിറങ്ങി എന്തു പണിയാണ് നടക്കുന്നത് എന്ന് അന്വേഷിച്ചാൽ തന്നെ തടയാവുന്നതേയുള്ളൂ ഈ നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥത. മലപ്പുറം കൂരിയാട് നടന്ന സംഭവങ്ങളിലേക്ക് തന്നെ മടങ്ങി വന്നാൽ അപകടശേഷം മലപ്പുറം കളക്ടറേറ്റിൽ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ ദേശീയപാത 66-ന്റെ പ്രൊജക്ട് ഡയറക്ടർ ഒരു നിഗമനം അവതരിപ്പിച്ചു. വയൽ നികത്തൽ അമിതമായി മണ്ണിട്ടത് മൂലമുള്ള സമ്മർദ്ദമാണ് തകർച്ചയ്ക്കു കാരണം എന്നാണ് കണ്ടെത്തൽ. ഇത് പാടമാണെന്നും പാടത്ത് ചെളിയുണ്ടാകുമെന്നും അത് നികത്തിയാൽ ഉറപ്പുണ്ടാകില്ലെന്നും അറിയാതെയാണോ DPR ഉണ്ടാക്കിയത്? നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിലെങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും പരിശോധിച്ചോ? കുന്നോളം ഉയരത്തിൽ മണ്ണുകെട്ടി ഇരുവശത്തും ഒറ്റക്കല്ല് പാകിയാൽ ഉറപ്പോടെ നിൽക്കുമോ? പണ്ടൊക്കെ ഈ ഡബിൾ കെട്ടെന്ന് പറഞ്ഞിരുന്നത് ഇരുവശത്തേക്കും കരിങ്കല്ല് മുഖം തിരിച്ചിട്ട് നിർമ്മിക്കുന്നതിനാണ്. ഇതുപോലുള്ള പാടങ്ങളിൽ ഒറ്റക്കല്ലല്ല, ഇരട്ടക്കല്ലിട്ടാൽ പോലും അപകടം ഒഴിവാക്കാൻ കഴിയുമോ? അടിയിലൂടെ വെള്ളം സുഗമമായി ഒഴുകാൻ കഴിയുന്ന സംവിധാനമായിരുന്നില്ലേ വേണ്ടിയിരുന്നത്?
തൂണുകളിൽ നിർമ്മിക്കണമെന്ന നിർദ്ദേശം എന്തുകൊണ്ടാണ് നടപ്പാകാതെ പോയത്? വയഡക്റ്റാണ് കൂരിയാട്ട് ഉചിതമെന്ന് നിർമ്മാണ വിദഗ്ധർ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതല്ലേ? എന്നിട്ടും ചെളിയിൽ മണ്ണിട്ട് ഇരുവശത്തും കല്ലുപാകിയാൽ മതിയെന്ന് ആരാണ് തീരുമാനിച്ചത്? ഇത് ചെലവ് ചുരുക്കാൻ ചെയ്തതാണോ, അതോ അഴിമതിക്ക് വേണ്ടിയുള്ള കല്ലാണോ പാകിയത്? നിർമ്മാണ രീതി തീരുമാനിക്കുന്നത് മുതൽ നിർമ്മാണ വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിൽ വരെ കൊടിയ അഴിമതി നടന്നിട്ടുണ്ട്. പാടത്ത് മണ്ണിട്ട് നികത്താൻ തീരുമാനിക്കുമ്പോൾ ഇല്ലാതാകുന്നത് ചെറുമലകൾ തന്നെയാണ്. സാധാരണഗതിയിൽ മണ്ണെടുക്കാൻ അനുവാദം ലഭിക്കാത്ത സ്ഥലങ്ങളാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ പേരിൽ ഇടിച്ചു നിരത്തുന്നത്. അതിനുള്ള ഫയലുകളൊക്കെ അതിവേഗം നീങ്ങുകയും ചെയ്യും. എല്ലാം വികസനമാണെന്നാണ് സങ്കല്പം. ഈ റോഡിന്റെ നിർമ്മാണത്തിന്റെ പേരിൽ എത്ര വർഷമാണ് തൃശൂർ കോഴിക്കോട് റൂട്ടിൽ ഇഴഞ്ഞു സഞ്ചരിക്കേണ്ടി വന്നത്? തൃശൂർ മുതൽ കുന്നംകുളം വരെയും കുന്നംകുളം മുതൽ കുറ്റിപ്പുറം വരെയും ഒക്കെ എന്ത് അമാന്തമായിരുന്നു യാത്രയ്ക്ക്. നാടിനുണ്ടായ നഷ്ടം കണക്കാക്കുമ്പോൾ തകർന്നു വീണ കല്ലിന്റെയും മണ്ണിന്റെയും മാത്രം കണക്കെടുത്താൽ പോരാ. വഴികളിലൂടെ ഇഴഞ്ഞു പോകാൻ വിധിക്കപ്പെട്ടവർക്കുണ്ടായ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും കൂടി കണക്കാക്കണം. പുതുക്കി പണിതാൽ മാത്രം അടയ്ക്കാവുന്ന ഫയലല്ല കൂരിയാട് ദുരന്തത്തിൻ്റേത്. ഈ നിർമ്മാണ രീതി തീരുമാനിച്ചവർ മുതൽ നിർമ്മിച്ചവർ വരെ വിചാരണ ചെയ്യപ്പെടുക തന്നെ വേണം. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം.